അടുത്തുള്ളത് ഗോൾഡ്. അപ്പൊ ഗോൾഡ് പറഞ്ഞിട്ട് ഗോൾഡിനെ ആരെങ്കിലും തരുമോ? അപ്പൊ അതുകൊണ്ട് ആരുടെ സ്കൂളിൽ കൊണ്ട് 7, 8, 10, 15 അത് ഒരിക്കലും വൈറസ് ആവില്ല. ബാക്കി എല്ലാത്തിനും വൈറസ് വരും. ഇതിൽ വൈറസ് വരും. ഖുർആൻ ഉണ്ടെങ്കിൽ അതിൽ വൈറസ് വരും. അതീതല്ല വൈറസ് ഇന്ന് പോയിട്ടിരിക്കുന്ന വാത് അതിൽ വൈറസ് വരും. പക്ഷേ ആ നമ്പറിൽ നിന്നും വൈറസ് ഉണ്ടാവില്ല. അത്രയും മാസ്മരിക ശക്തിയാണ്. കാരണം സ്ത്രീകളോടുള്ള ഒരു ഭയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കറുത്ത സ്വഭാവത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പല്ല. ഇന്നത്തെ പോക്ക് അങ്ങനെയാണ്. റമദാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റമദാന് 3 ദിവസം പ്രഭാഷണം നടത്തി. ഞാൻ വിചാരിച്ചതിൽ മാറ്റം ഉണ്ടാവുന്നു. റമദാനിന്റെ അവസാന സമയങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ അടിപൊളിയായിട്ട് അവിടെ നടന്നുണ്ട്. എന്തിനായി പ്രശ്നമൊന്നിരിക്കുന്ന അറിയില്ല. നിങ്ങളിങ്ങനെ അത് കാണും. ചിലപ്പോൾ 70% ആയിരിക്കും, 30% ഒതുങ്ങുന്നവർ കാണാൻ പറ്റും. 30% സൂക്ഷ്മതയുള്ളവർ കാണുന്നത്, 70% അതിങ്ങനെ തേരാത്താവരോടുകൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് ഇത്തിബാഉശ്ശഹവാത്ത്. അത് നമ്മൾ ആ ശരീരത്തിന്റെ ഇച്ഛയെ അനുകൂലിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി പോകുന്നത് നോക്കണം. അതിന്റെ പിന്നിൽ ആർക്കാണ് പ്രശ്നം? നാട്ടുകാർക്ക് പ്രശ്നമില്ല. ആഗ്രഹത്തിൽ എങ്ങനെയാണ് അനുഭവിക്കുന്നത്. അത് എത്ര പറഞ്ഞാലും നമ്മൾ കൗമിന് മനസ്സിലാവുന്നില്ലല്ലോ. ബഹുമാനമുള്ള സഹോദരിമാരെ, നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കാണ്. സൂക്ഷിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന്. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ ഭാഗത്തും ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഭർത്താക്കന്മാരോട് കാണിക്കുന്ന ഓരോരോ അപരാധങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട അലിയാഹു തആല അരികിലേക്ക് പോയി ചെറുപ്പം ഒരു സഹോദരൻ തന്റെ ഭാര്യമാരെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചുള്ള പരാതിയുമായി അധികാരികളുടെ മുൻപിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പ്രശ്നങ്ങളാണ്. അതാണ്ടിരിക്കൂല, അങ്ങനത്തെ പെണ്ണാണ്, ഇങ്ങനത്തെ പെണ്ണാണ്, കുറേ കുറ്റങ്ങൾ പറയുന്നത്. എന്താണ് കയറുന്നത് പ്രഭാഷണം നടത്തി. എല്ലാ അവസരങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അനുസരിച്ചു പോകുന്നേ. لا تطيعوا النساء على كل حال ولا على എന്റെ വാക്കല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. എന്നെ കുറ്റം പറയില്ല. അവളുടെ കയ്യിലുള്ള സമ്പത്ത് അവൾക്ക് ഇഷ്ടമനുസരിച്ച് കൊടുക്കല്ലേ. ചില കാമുകന്മാർക്ക് പെട്ടെന്ന് തന്നെയാണ് റീചാർജ് ചെയ്ത് നോക്കുന്നത്. ഫോൺ വിളിക്കാൻ ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് കൊടുക്കും, ഇത് വിളിച്ചു കിട്ടിയാൽ അങ്ങനെ ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട അനുഭവം പറഞ്ഞ വാക്കാണിത്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സമ്പത്ത് വേണ്ടവണ്ണം സൂക്ഷിക്കാത്തവരാണ് പെണ്ണുങ്ങൾ. അവരുടെ മേൽ പൈസ എത്തിച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കരുത്. സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ വാക്കാണ്. നല്ല ബുദ്ധിയുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അലിയാരെ നമ്മൾ വെറുതെ ഒന്നും പറയുകയില്ല. അപ്പോൾ ആ വാക്കിനോട് പരിപൂർണമായി അവരാണ് ഭാര്യ വിശ്വാസമില്ല.